അങ്ങനെ ഷോർട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് മോൾക്ക് വീണ്ടും സ്കൂൾ തുടങ്ങി കേട്ടോ. ബുക്കൊക്കെ നേരത്തെ കിട്ടിയെങ്കിലും തലേന്ന് രാത്രിയിലാണ് കേട്ടോ ഞങ്ങളിതെല്ലാം പൊതിഞ്ഞെടുത്തത്. നമ്മൾ നേരത്തെ തന്നെ പൊതിഞ്ഞ് വെക്കുന്നതിനകത്തൊരു ഇതില്ലല്ലോ. മോൾക്ക് സ്കൂൾ തുറന്നതോടുകൂടി എൻ്റെ വെക്കേഷനും തീർന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ടൈം ടേബിളൊക്കെ റീസെറ്റായി. രാവിലെ തന്നെ ചോറും വേവിക്കാൻ വെച്ചു, സാമ്പാറിനുള്ള പരിപ്പും വേവിക്കാൻ വെച്ചേ. പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെക്കും. അതങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് തണുപ്പ് പറയാനായിട്ട് മാറ്റി വെക്കും കേട്ടോ. ഇന്ന് ഞാൻ അച്ചിങ്ങാപ്പയറാണ് തോരൻ വെക്കുന്നത്. അച്ചിങ്ങ അരിഞ്ഞിട്ട് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇത് ഈ അരപ്പുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അരപ്പ്. ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങൾക്കൊക്കെ നമ്മൾ വറ്റൽമുളക് ചതച്ചിട്ട് അരപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. ഇപ്പോൾ ചോറും കറികളും എല്ലാം റെഡിയായി. ഇനി പാക്കിംഗ് ആണേ. അങ്ങനെ അച്ഛനും മോക്കുമുള്ള ടിഫിനൊക്കെ ദേ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മോക്ക് ഞാൻ സ്നാക്സിനായിട്ട് മക്കാനയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ 2 പേർക്കും കഴിക്കാനായിട്ട് സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ട് ആ ബാഗ് അങ്ങ് പാക്ക് ചെയ്തേ. ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ഇഡലി സാമ്പാറുമാണ്. അപ്പോൾ ആ ഇഡലി എല്ലാം അങ്ങ് ഇളക്കി ഹോട്ട് പാനിലാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം മോളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന വഴി ഞാൻ കുറച്ച് മുട്ടയും തക്കാളിയും പഴവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. മോള് കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് അവൾക്കൊരു റെഡ് സോസ് പാസ്ത ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെക്കേഷൻ ആയപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളേ. പക്ഷേ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് സ്കൂളിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യത്തില്ലേ? അത് എനിക്ക് മാത്രം ആയിരിക്കില്ല, എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കാണാൻ പരുവത്തിന് ഞാൻ ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാസ്തയൊക്കെ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ വേഗം ഫ്രഷായി വന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി പാസ്ത കഴിച്ചേ. ഈ പാസ്തയുടെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.